വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ഹനുമാൻ മടങ്ങി വന്ന് പറയണതാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. അതായത് ഞാൻ സീതാദേവിയുടെ ഒരു അടയാളം കൂടിയും തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നു എന്ന് പറഞ്ഞ് അപ്പോൾ ആ ശിരോരത്നം കൊടുക്കുകയൊക്കെ ചെയ്യാൻ പോണതാണ് ഇനി പറയാൻ പോണത്. അങ്ങനെ ഞാൻ വിശ്വാസം ജനിക്കാൻ തക്കതായിട്ടുള്ള ഒരടയാളം നൽകിയാലും എന്ന് ഞാൻ സീതാദേവിയോട് പറഞ്ഞു എന്നാണ് നമ്മൾ നിർത്തിയത് അല്ലേ. 52 5-ാം സർഗം 52 കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇന്ന് 53 തുടങ്ങാം. അപ്പോൾ 4 ശ്ലോകം ഒന്നിച്ചാണ്. യുക്താ സാ ശിരോരത്നം ചൂടാപാശേ സ്ഥിതം പ്രിയം ദത്വാ കാകേന യദ്ഋത്വം യദ്വൃത്തം ചിത്രകൂടഗിരൗ പുരാ തദപ്യാഹാശ്രുപൂർണാക്ഷി കുശലം ബ്രൂഹി രാഘവം ലക്ഷ്മണം ബ്രൂഹി മേ കിഞ്ചിദ്ദുരുക്തം ഭാഷിതം പുരാ തൽക്ഷമസ്വാജ്ഞഭാവേന ഭാഷിതം കുലനന്ദന താരയേന്മാം യഥാ രാമസ്തഥാ കുരു കൃപാന്വിതഃ ഇത്യുക്ത്വാ രുദതി സീതാ ദുഃഖേന മഹതാ വൃതാ മായാപ്യാശ്വാസിതാ രാമ വദതാ സർവമേവതേ ഇതി ഉക്ത്വാസ. ഇപ്പം ഇങ്ങനെ ഞാൻ ഒരടയാളം വേണമെന്ന് പറഞ്ഞപ്പോൾ ചൂടാപാശേ സ്ഥിതം പ്രിയം ശിരോരത്നം, തലമുടിയിൽ വെച്ചിരിക്കുന്ന വളരെ അവനവന് ഇഷ്ടപ്പെട്ട തലമുടിയിൽ ചൂടിയിട്ടുള്ള ആ ചൂടാരത്നത്തെ ദത്വ എൻ്റെ തന്നിട്ട് പുരാ ചിത്രകൂടഗിരൗ കാകേന യദ് വൃത്തം, പണ്ട് ചിത്രകൂട പർവ്വതത്തിൽ വെച്ച് ഒരു കാക്ക എന്താണ് ചെയ്തതെന്നുള്ള ആ കഥ തദ് അഭി അതിനെയും ആഹാ പറഞ്ഞു. നമ്മൾ കണ്ടുല്ലോ, ജയന്തൻ ഇന്ദ്രൻ്റെ മകൻ കാക്കയി വന്നിട്ട് കൊത്തിച്ചോര, അപ്പോൾ ശ്രീരാമൻ ഒരമ്പയച്ചു കണ്ണുപോയി എന്നൊക്കെ നമ്മൾ കണ്ടുല്ലോ. ഇത് പറഞ്ഞു. അശ്രുപൂർണാക്ഷി സാഹ, വളരെ നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ടുള്ള സീതാദേവി രാഘവം കുശലം ബ്രൂഹി, രാഘവനോട് ഇതൊക്കെ പറഞ്ഞാലും എന്ന് പറഞ്ഞ് മേ പുരാ അജ്ഞഭാവേന, എന്നാൽ പണ്ട് അജ്ഞതയാൽ കിഞ്ചിത് ദുരുക്തം ഭാഷിതം, ഞാൻ അല്പം ചീത്ത വാക്കുകളൊക്കെ ദേഷ്യപ്പെട്ട വാക്കുകളൊക്കെ പറഞ്ഞതിനെ കുലനന്ദന ക്ഷമസ്വ ഇതി ലക്ഷ്മണം ബ്രൂഹി. അത് മാത്രമല്ല അങ്ങയോട് ഇതൊക്കെ പറയാൻ പറഞ്ഞു അവസ്ഥയൊക്കെ. പിന്നെ ലക്ഷ്മണനോട് സോറി പറയാണ്. അന്ന് ഞാൻ കലുഷമായിട്ടുള്ള വാക്കുകൾ പലതും പറഞ്ഞു. കാരണം പിന്നെന്താണ്, ശ്രീരാമൻ മാരീചൻ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ കരഞ്ഞപ്പോൾ ലക്ഷ്മണനോട് പോകാൻ പറഞ്ഞുല്ലോ. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഒരിക്കലും ശ്രീരാമൻ അങ്ങനെ ദയനീയമായിട്ട് ഒരിക്കലും കരയില്ല, ഞാൻ പോകേണ്ട ആവശ്യമില്ല, അത് അവൻ്റെ സൂത്രമാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് സീത വളരെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് അതുകൊണ്ട് അന്ന് പറഞ്ഞ വാക്കുകൾക്ക് എന്നോട് ക്ഷമിക്കണം എന്ന് ലക്ഷ്മണനോട് പറയാനും എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ഹനുമാനെ. കുലപുത്ര ക്ഷമിച്ചാലും എന്ന് ലക്ഷ്മണനോട് പറഞ്ഞാലും ലക്ഷ്മണം ബ്രൂഹീന്ന് രാമ മാം യഥാ താരയത്, രാമൻ എന്നെ ഏതു വിധമായാൽ ഇവിടുന്ന് രക്ഷിക്കുമോ തഥാ കൃപാന്വിത, അങ്ങനെ അപ്രകാരം കൃപയോടുകൂടി ചെയ്താലും, അതായത് നീ പോയി പറയുന്ന സമയത്ത് രാമന് ഉടനെ എന്നെ വന്ന് രക്ഷിക്കണമെന്ന് തോന്നണം, അത് പ്രകാരം നീ പറയണമെന്ന് പറയാണ്. അപ്രകാരം കൃപയോടുകൂടെ ചെയ്താലും എന്ന് ഉക്തുവ പറഞ്ഞിട്ട് മഹതാ ദുഃഖേന ആവൃത, വല്ലാത്ത ദുഃഖം കൊണ്ട് വലഞ്ഞ് രുദതി സീത, കരയുന്നവളുമായ സീത രാമ തേ സർവം അഭി വദതാമയ ആശ്വാസിത അഭി, ഹേ രാമ അങ്ങയുടെ സർവവും പറഞ്ഞ എന്നാൽ ആശ്വസിപ്പിക്കപ്പെടും. അങ്ങനെ ഞാൻ അങ്ങയുടെ, അപ്പോൾ എന്താ പറയണ,
ഹനുമാൻ ചാല ഇങ്ങനെ എനിക്ക് അടയാളം വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ സീതാദേവി തലമുടിക്കെട്ടിലുള്ള അവനവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ചൂടാരത്നം എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് പണ്ട് ചിത്രകൂട പർവ്വതത്തിൽ താമസിക്കുമ്പോൾ സംഭവിച്ച ഒരു കാക്ക വന്നുണ്ടായ ആ വൃത്താന്തവും എന്നോട് പറഞ്ഞു. അനന്തരം എന്ത് പറഞ്ഞു? അങ്ങയോട് എൻ്റെ അവസ്ഥ മുഴുവൻ പറയണമെന്ന് പറഞ്ഞതിന് ശേഷം അറിവില്ലായ്മ കൊണ്ട് അന്ന് സീതാദേവി പറഞ്ഞ ചീത്ത വാക്കുകൾ ക്ഷമിക്കണം എന്ന് ലക്ഷ്മണനോട് പറയാനും പ്രത്യേകം പറഞ്ഞു. ഈ ദുഃഖത്തിൽ നിന്ന് സീതാദേവിയെ രക്ഷിക്കാൻ എപ്രകാരം കരുണയോടുകൂടി അങ്ങയോട് പറയണം, അത്ര കരുണയോടുകൂടി പറയണം തന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് വല്ല ദുഃഖത്തോടു കൂടി കരയുന്ന ദേവിയെ ഞാൻ കുറേ സമാശ്വസിപ്പിച്ചു. ഞാൻ ദേവിയെ ആശ്വസിപ്പിച്ചിട്ട് അങ്ങ് വേഗം വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു. ആര്? ഹനുമാൻ എല്ലാം വിസ്തരിച്ച് പറഞ്ഞു. മാത്രമല്ല ശ്രീരാമൻ ഇപ്പം തന്നെ പോകണം എന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ സീതയുടെ ദയനീയമായ സ്ഥിതിയൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. ഇത്യുക്ത്വാ സാ ശിരോരത്നം ചൂടാപാശേ സ്ഥിതം പ്രിയം ദത്വാ കാകേന യദ്വൃത്തം ചിത്രകൂടഗിരൗ പുരാ തദപ്യാഹാശ്രുപൂർണാക്ഷി കുശലം ബ്രൂഹി രാഘവം ലക്ഷ്മണം ബ്രൂഹി മേ കിഞ്ചിത് ദുരൂക്തം ഭാഷിതം പുരാ തൽക്ഷമസ്വാജ്ഞഭാവേന ഭാഷിതം കുലനന്ദന താരയേൻ മാം യഥാ രാമസ്തഥാ കുരു കൃപാന്വിതഃ. എന്നെ വേഗം കൊണ്ടുവരത്തക്ക വിധത്തിൽ പറയണമെന്ന് പറഞ്ഞു. ഇത്യുക്ത്വാരുദതി സീത ദുഃഖേന മഹതാവൃത മയാപ്യാശ്വാസിത. ഞാൻ ആശ്വസിപ്പിച്ചു. രാമ വദതാ സർവമേവതേ. ഇനി 5-6 ശ്ലോകം ഒന്നിച്ചാണ് കേട്ടോ. നമ്മൾ നോക്കാം, ഓരോന്നായി ചെയ്യാൻ പറ്റുമോ നോക്കാം. തഥാ പ്രസ്ഥാപിതോ രാമ ത്വൽ സമീപമിഹാഗതാ തഥാ ഗമനവേലായാമശോകവനികാം പ്രിയം. രാമ തഥ പ്രസ്ഥാപിത തഥപ്രസ്ഥാപിത ത്വൽ സമീപം ഇഹ ആഗത. ഹേ രാമ, അതിനുശേഷം ഞാൻ പുറപ്പെട്ട് അങ്ങയുടെ അടുത്ത് ഞാൻ ഇവിടെ എത്തി. ഇപ്പോൾ പിന്നെയോ ആഗമനവേലായാം തഥ വരുന്ന സമയത്ത് എന്താ ചെയ്ത്? അശോകവനികാം പ്രിയാം ഉൽപ്പാട്യ. ഒരു കാര്യം കൂടി ഞാൻ ചെയ്തു. ആ അശോകവനിക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിലാണ് നശിപ്പിച്ചു എന്ന് പറഞ്ഞ കേട്ടോ. അതായത് ഞാൻ ഇങ്ങനെ ഇപ്പം അങ്ങയുടെ അടുത്ത് എത്തിയല്ലോ, ഇങ്ങനെ ഇങ്ങടെ എത്തുന്നതിൻ്റെ മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി ചെയ്തു. എന്താ? അശോകവനികയിലേക്ക് ആദ്യം പോയി രാവണന് വളരെ പ്രിയപ്പെട്ട അശോകവനികാം പ്രിയാം നേതി. അതായത് സീത ഇരിക്കുന്നതും അങ്ങയുടെ പ്രിയ ഇരിക്കുന്നതും രാവണന് വളരെ പ്രിയപ്പെട്ടതുമായ അശോകവനിക പോയിട്ട് എന്താ ചെയ്തത്? അത് അടുത്ത ശ്ലോകത്തിലാണ്. തഥപ്രസ്ഥാപിതോ രാമ ത്വൽസമീപമിഹാഗത തഥാ ഗമനവേലായാം അശോകവനികാം പ്രിയാം. എന്നിട്ടോ ഉൽപ്പാട്യ രാക്ഷസാംസ്തത്ര ബഹൂൻ ഹത്വാ ക്ഷണാദഹം രാവണസ്യ സുതം ഹത്വാ രാവണേനാഭിഭാഷ്യ ച. എന്നിട്ടോ എന്താ ചെയ്ത്? ഞാൻ അശോകവനത്തിൽ ചെന്നിട്ട് ഉത്പാട്യ ആ അശോകവനികയെ തകർത്തു മുഴുവൻ, അശോകവനം മുഴുവൻ. എന്നിട്ടോ തത്ര ബഹൂൻ രാക്ഷസാൻ, അവിടെ വളരെയധികം രാക്ഷസന്മാരെ എന്നെ എതിർത്ത് വന്നപ്പോൾ അവരെയൊക്കെ ഞാൻ എന്തു ചെയ്തു? കൊന്നു. പിന്നെയോ ഒരാളെയും കൂടി കൊന്നു. രാവണസ്യ സുതം, രാവണൻ്റെ പുത്രനെയും ക്ഷണാൽ ഹത്വ, എന്നോട് എതിർത്ത അനവധി രാക്ഷസന്മാരെയും രാവണസ്യ സുതം അതായത് അക്ഷകുമാരനെയും ക്ഷണാത് ഹത്വ ക്ഷണത്തിൽ ഹനിച്ചിട്ട്, അതാണ് ക്ഷണാമഹം എന്ന് പറഞ്ഞില്ലേ, ക്ഷണത്തിൽ ഹനിച്ചിട്ട് രാവണേനാഭിഭാഷ്യ ചാലോ രാവണൻ്റെ മുമ്പിൽ കുറച്ച് രാമനോട് 2 വർത്തമാനവും പറഞ്ഞു, നല്ല ഉപദേശം കൊടുത്തു എന്ന്. ഉൽപ്പാട്യ രാക്ഷസാംസ്തത്ര ബഹൂൻ ഹത്വ ക്ഷണാദഹം. പിന്നെയോ കുറേ രാക്ഷസന്മാരെ കൊന്നു. രാവണസ്യ സുതം ഹത്വ, രാവണൻ്റെ മകനായിട്ടുള്ള അക്ഷകുമാരനെയും കൊന്നു. എന്നിട്ട് ഇന്ദ്രജിത്ത് വന്ന് കൊണ്ടുപോയില്ലോ. അപ്പോൾ രാവണേനാഭിഭാഷ്യ രാമനോട് അഭിമുഖമായിരുന്ന സംഭാഷണവും ചെയ്തു എന്ന്. പിന്നത്തെ ശ്ലോകം. ലങ്കാമശേഷതോ ദഗ്ധ്വാ പുനരപ്യഗമം ക്ഷണാത്
ശ്രുത്വാ ഹനുമതോ വാക്യം രാമോത്യന്ത പ്രഹൃഷ്ടധീഹി. പിന്നെ ഒന്നും കൂടിയും ചെയ്തു. എന്താ? രാവണനോട് വർത്തമാനം പറഞ്ഞതിന് ശേഷം ലങ്കാം അശേഷതഃ ദഗ്ധ്വ, ലങ്ക മുഴുവനും ദഹിപ്പിച്ചു. പുനഃ അഭീക്ഷണാത് അഹം ആഗമം, വീണ്ടും ക്ഷണത്തിൽ ഞാൻ വന്നു. ഹനുമതവാക്യം ശ്രുത്വ, ഹനുമാൻ്റെ വാക്യം കേട്ടിട്ട് അത്യന്ത പ്രഹൃഷ്ടധീഹി, രാമൻ അത്യന്തം സന്തോഷത്തോടു കൂടിയ മനസ്സോടെ ആയി. അത്ര മനസ്സോടു കൂടിയ രാമൻ ഇനി പറയും. മനസ്സോടുകൂടിയ രാമൻ ലങ്കാം അശേഷതോ ദഗ്ധ്വ, ലങ്ക മുഴുവൻ കത്തിച്ച് പുനരപ്യഗമം ക്ഷണാൻ, ഞാൻ വേഗം ഇവിടെ വന്നു. ഇത് പറഞ്ഞപ്പോൾ ശ്രുത്വാ ഹനുമതോ വാക്യം, ഹനുമാൻ്റെ വാക്യം കേട്ടപ്പോൾ രാമ അത്യന്ത പ്രഹൃഷ്ടധീഹി, വളരെ സന്തോഷത്തോടു കൂടിയ രാമൻ ഹനുമംസ്തേ കൃതം കാര്യം ദേവൈരപി സുദുഷ്കരം ഉപകാരം ന പശ്യാമി തവ പ്രത്യുപകാരിണ. എന്താ ഭഗവാൻ പറഞ്ഞ്? ഹനുമംസ്തം കൃതം കാര്യം, ഹനുമാൻ ചെയ്ത ഈ കാര്യം ഉണ്ടല്ലോ, ദേവൈരപി സുദുഷ്കരം, ദേവന്മാർക്ക് പോലും ദുഷ്കരമാണ്, ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഉപകാരം ന പശ്യാമി തവ പ്രത്യുപകാരിണ. എന്താ പറഞ്ഞു വെച്ചാൽ ദേവന്മാർക്ക് കൂടി ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് അങ്ങ് ചെയ്തത്. ഈ നിന്നാൽ ചെയ്യപ്പെട്ട ഈ പ്രത്യുപകാരിണ തവ, എനിക്കുപകാരം ചെയ്ത നിനക്ക് ഉപകാരം ന പശ്യാമി, എന്തുപകാരമാണ് ഞാൻ അങ്ങട് ചെയ്യാൻ നിനക്ക് പറ്റുകയെന്ന് എനിക്ക് ഞാൻ കാണുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എനിക്കിപ്പം നീ ചെയ്തത് ഉപകാരം ഉണ്ടല്ലോ, അതിന് പ്രത്യുപകാരമായിട്ട് ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും കാണാനില്ല ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയാണ്. അത്ര സന്തോഷം. ഹനുമംസ്തേ കൃതം കാര്യം, ഹനുമാൻ ചെയ്ത കാര്യം ദേവൈരപി സുദുഷ്കരം, ദേവന്മാർക്ക് പോലും സുദുഷ്കരം. ഉപകാരം ന പശ്യാമി തവ പ്രത്യുപകാരിണ, അങ്ങയ്ക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഞാൻ എന്തുപകാരമാണ് ഞാൻ ചെയ്യാൻ പറ്റുക? ഇനി ഇദാനീം തേ പ്രയച്ഛാമി സർവസ്വം മമ മാരുതേ ഇത്യാലിംഗ്യ സമാകൃഷ്യ ഗാഠം വാനരപുങ്കവം. ഒരു ഉപകാരം ചെയ്യാനില്ല എന്ന് പറഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞത്? മാരുതേ മമ സർവസ്വം തേ ഇദാനീം പ്രയച്ഛാമി. ഹേ മാരുതപുത്ര, വായുപുത്ര, എൻ്റെ സർവസ്വത്തെയും എൻ്റെ സർവസ്വവും ഞാനിപ്പോൾ നിനക്ക് തരുണൂന്ന്. പ്രയച്ഛാമി, ഇദാനീം പ്രയച്ഛാമി. എൻ്റെ ഹനുമാനെ, എന്നെ തന്നെ ഞാൻ നിനക്ക് തരുന്നു, എൻ്റെ സർവസ്വവും ഞാൻ നിനക്ക് തരുന്നു. ഇത് ഗാഠമാലിംഗ്യ സമാകൃഷ്യ, ഗാഠമായി ഇത് പറഞ്ഞിട്ട് ഹനുമാനെ ഗാഠമായി ആലിംഗനം ചെയ്ത് പിന്നെ ആലിംഗനം ചെയ്തു. ഇനി പിന്നെ ഒരു ശ്ലോകം കൂടി ഉണ്ട് കേട്ടോ. ഇദാനീം തേ പ്രയച്ഛാമി സർവസ്വം മമ മാരുതേ ഇത്യാലംഗ്യ സമാകൃഷ്യ ഗാഠം വാനരപുങ്കവം. എനിക്ക് വേറൊന്നും തരാൻ സാധിക്കില്ല, എന്നെ തന്നെ, എൻ്റെ സർവസ്വവും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഗാഠമായി ആലിംഗനം ചെയ്തു. എന്നിട്ടോ സാർദ്രനേത്രോ രഘുശ്രേഷ്ഠ പരാം പ്രീതിം അവാപസഃ ഹനുമന്തമുവാചേദം രാഘവോ ഭക്തവത്സല. എന്നിട്ടോ സാർദ്രനേത്രം, ഭഗവാന്റെ കണ്ണ് നിറഞ്ഞു, ശ്രീരാമ ഭഗവാന്റെ കണ്ണ് നിറഞ്ഞു, നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് രഘുപതി എന്താ പരാം പ്രീതിം അവാപ, അങ്ങേയറ്റത്തെ സന്തോഷത്തെ അത്ര പ്രീതിപ്പെട്ടവനായി, പ്രീതനായി. ഭക്തവത്സല രാഘവ ഹനുമന്തം ഇതം ഉവാച. എന്നിട്ട് ഭക്തവത്സലനായിട്ടുള്ള ശ്രീരാമൻ ഹനുമാനോട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ ഈ എല്ലാ ശ്ലോകത്തിൻ്റെ ഒന്ന് ചുരുക്കി പറയാച്ചാൽ, ദേവി എന്നെ മടങ്ങി വന്നോളൂ എന്നുള്ള ദേവി എനിക്ക് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാറാകുമ്പോൾ ഞാൻ ദേവിയുടെ സമ്മതത്തോടുകൂടി ഞാൻ മടങ്ങി വരുന്നതിൻ്റെ മുമ്പേ, ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയല്ലോ, അതിന് മുമ്പ് പക്ഷേ പുറപ്പെട്ട് വരുമ്പോൾ ഞാൻ വേറെ ചില കാര്യം കൂടിയും ചെയ്തു. രാവണന് ഏറ്റവും പ്രിയമുള്ള അശോകവനത്തെ നിശേഷം നശിപ്പിച്ചു. എതിർക്കാൻ വന്ന അനേകം രാക്ഷസന്മാരെയും രാവണൻ്റെ ഒരു മകനെയും ഞാൻ വധിച്ചു. പിന്നെ രാവണനെ നേരിട്ട് കണ്ട് സംഭാഷണം ചെയ്ത് ലങ്ക മുഴുവനും ദഹിപ്പിച്ചു.
ഇതിന് ശേഷമാണ് അപ്പം ഞാൻ ഇവിടെ എത്തിയത്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി രാമൻ പറഞ്ഞു, ദേവന്മാർക്കും കൂടി ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണല്ലോ ഹനുമാൻ ചെയ്തത്. ഇത്ര ഉപകാരം ചെയ്തതിന് ഞാൻ എന്താ ഒരു പ്രത്യുപകാരം ചെയ്യേണ്ടത്? എനിക്കറിയില്ല. ഹേ മാരുതി, ഞാൻ എൻ്റെ സർവസ്വം നിനക്ക് ഇതാ തരുന്നു. ഇങ്ങനെ പറഞ്ഞ് ഹനുമാനെ ആലിംഗനം ചെയ്ത് സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടുകൂടി രാമൻ വളരെ പ്രീതനായിട്ട് ഇപ്രകാരം ഹനുമാനോട് പറഞ്ഞു എന്നാണ് ഇത്രയും ശ്ലോകത്തിൽ പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്കിനി അടുത്തേക്ക് പോവാം. 63 പരിരംഭോ ഹിമേ ലോകേ ദുർലഭ പരമാത്മന അതസ്ത്വം മമ ഭക്തോസി പ്രിയോസി ഹരിപുങ്കവ. പരമാത്മനാമേ പരിരംഭ, പരമാത്മാവായ എൻ്റെ ആലിംഗനം, അതായത് ഞാൻ പരമാത്മാവ് തന്നെ മനുഷ്യരൂപെടുത്തിട്ട് അവതരിച്ചതാണല്ലോ, അങ്ങനെയുള്ള എൻ്റെ ആലിംഗനം ലോകേ ദുർലഭ, ലോകത്തിൽ ഞാൻ ആരെ ആലിംഗനം ചെയ്യാറില്ല, വളരെ ദുർലഭമായിട്ടാണ്. അതഹ ഹരിപുങ്കവ, അതുകൊണ്ട് ഹേ വാനരോത്തമ, ത്വം മമ ഭക്തഃ അസി പ്രിയ അസി, നീ എൻ്റെ ഭക്തനും ആകുന്നു, എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാകുന്നു. ശ്രീരാമൻ ആലിംഗനം ചെയ്തതിന് ശേഷം പറഞ്ഞു, എൻ്റെ ആലിംഗന സൗഭാഗ്യം ഈ ലോകത്തിലെ പരമാത്മാവ് തന്നെയാണ് ഞാൻ. ആ പരമാത്മാവ് തന്നെയായ എൻ്റെ ആലിംഗന സൗഭാഗ്യം വളരെ ദുർലഭമായിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാർക്കേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ദുർലഭമായിട്ടേ ലഭിക്കുള്ളൂ. അങ്ങ് എൻ്റെ വലിയ ഭക്തനുമാണ്, എനിക്ക് ഏറ്റവും പ്രിയമുള്ളവനുമാണ് എന്ന് പറഞ്ഞു. പരിരംഭോ ഹിമേ ലോകേ ദുർലഭ പരമാത്മന അതസ്ത്വം മമ ഭക്തോസി പ്രിയോസി ഹരിപുങ്കവ. ഇതോടൊപ്പം സുന്ദരകാന്ഡം കഴിയിട്ടോ. ഇനി ഒരൊറ്റ ശ്ലോകമേ ഉള്ളൂ, സുന്ദരകാന്ഡം കഴിഞ്ഞു. കാരണം സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ പോണതും കാര്യം സാധിച്ചു വന്ന് ശ്രീരാമനെ അറിയിച്ച് വാനന്മാർക്കും ശ്രീരാമനും ഒക്കെ സന്തോഷമാവണത് വരെയാണല്ലോ. ഇനി യുദ്ധകാന്ഡല്ലേ, ഇനി യുദ്ധത്തിന് പോവുകയില്ലോ, അത് ഇനി യുദ്ധകാന്ഡമാണ്. അപ്പം ഇതും കൂടി അവസാനത്തെ ശ്ലോകമാണ് നമ്മൾ ചെയ്യണമെന്ന്. യൽപാദപത്മയുഗളം തുളസീദളാദ്യൈ സംപൂജ്യ വിഷ്ണുപദവീമുതലാം യൽപാദപത്മയുഗളം തുളസീദളാദ്യൈ സംപൂജ്യ വിഷ്ണുപദവീം അതുലാം പ്രയാന്തി തേനൈവ കിം പുനരസൗ പരിരബ്ധമൂർത്തി രാമേണ വായുതനയ കൃതപുണ്യപുഞ്ജഃ. യത് പാദപത്മയുഗളം, ഏതൊരുവൻ്റെ പാദപത്മങ്ങളെ തുളസീദളാദ്യൈഹി, തുളസിയുടെ തുളസി ഇലകൾ മുതലായവ കൊണ്ട് സംപൂജ്യ, വേണ്ടതുപോലെ പൂജിച്ചിട്ട് അതുലാം വിഷ്ണുപദവിയും, അതായത് അതുല്യമായ വിഷ്ണുപദവിയെ പ്രയാന്തി ജനങ്ങൾ പ്രാപിക്കുന്നുവോ, തേന രാമേണ ഏവ, ആ രാമനാൽ തന്നെ പരിരബ്ധമൂർത്തി അസൗ വായുതനയ, ആലിംഗനം ചെയ്യപ്പെട്ട ഈ ഹനുമാൻ്റെ ശരീരം, അല്ലെങ്കിൽ ആലിംഗനം ചെയ്യപ്പെട്ട ശരീരത്തോടു കൂടിയ ഈ ഹനുമാൻ വായുപുത്രൻ കാരുണ്യപുഞ്ച കൃത പുണ്യപുഞ്ച ഇതി പുനഃ, അതായത് അത്രയും പുണ്യം ചെയ്ത ആളാണെന്ന് നമുക്ക് ഇനി പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് വ്യാസഭഗവാൻ പറയാണ്. എന്താ പറയണേ? ഏതൊരു ഭഗവാന്റെ പാതാരവിന്ദത്തെ തുളസി മുതലായ പുഷ്പങ്ങൾ കൊണ്ട് വിധിപ്രകാരം ആരാധിച്ചിട്ട് നമുക്ക് ഒരിക്കലും പുനരാവർത്തിരഹിതമായിട്ടുള്ള വൈകുണ്ഠലോകത്തെ പ്രാപിക്കുന്നുവോ, ആ രാമദേവനാൽ തന്നെ ആലിംഗനം ചെയ്യപ്പെട്ട ഈ ഹനുമാൻ അങ്ങേയറ്റം അനന്തമായിട്ടുള്ള പുണ്യം ചെയ്തവരാണെന്ന് പിന്നെ പ്രത്യേകം പറയണമെന്നാണ് ചോദിക്കുന്നത്. ഏതൊരു ഭഗവാന്റെ പാദപത്മങ്ങളെ ആരാധിച്ചിട്ടാണ് ഭക്തന്മാർ വൈകുണ്ഠപദം പ്രാപിക്കുന്നത്, അതായത് പുനരാവർത്തിരഹിതമായിട്ടുള്ള, ഇനി തിരിച്ചൊരിക്കലും വന്ന് ജന്മമെടുക്കേണ്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ ഏതൊരു ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ തുളസിയും ബാക്കി ഇതുമൊക്കെ ഭക്തിപൂർവ്വം അർപ്പിച്ചിട്ട് ഭക്തന്മാർ ഏതൊരു ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആരാധിച്ചിട്ടാണ് വൈകുണ്ഠപദം പ്രാപിക്കുന്നത്, പുനരാവർത്തിരഹിതമായ വൈകുണ്ഠപദം പ്രാപിക്കുന്നത്, ആ ഭഗവാൻ തന്നെ, ആ ഭഗവാനാൽ തന്നെ ആലിംഗനം ചെയ്യപ്പെട്ട ഹനുമാന്റെ പുണ്യം
എത്രയാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അത്ര പുണ്യശാലിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഹനുമാൻ്റെ പുണ്യം പിന്നെ പ്രത്യേകം പറയണോ എന്ന് ചോദിച്ചിട്ടാണ് വ്യാസഭഗവാൻ സുന്ദരകാന്ഡം അവസാനിപ്പിക്കണത്. നമുക്ക് ആ ശ്രീരാമഭഗവാനെയും ആ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാനെയും നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സുന്ദരകാന്ഡം അവസാനിപ്പിക്കാം. ഇന്ന് യൽപാദപത്മയുഗളം തുളസീദളാദ്യൈ സമ്പൂജ്യ വിഷ്ണുപദവീം അതുലാം പ്രയാന്തി തേനൈവ കിം പുനരസൗ പരിരബ്ധമൂർത്തി രാമേണ വായുതനയ കൃതപുണ്യപുഞ്ച. പുണ്യപുഞ്ചം തന്നെയാണെന്ന്. ഇതിലധികം പുണ്യം ഒരാൾക്ക് ഉണ്ടാവുമോ? ഭഗവാൻ ആലിംഗനം ചെയ്തു, ഗാഠമായിട്ട് ആലിംഗനം ചെയ്തു. എനിക്ക് ഒരു പ്രത്യുപകാരം ഇതിന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എൻ്റെ സർവസ്വവും നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലേ ആലിംഗനം ചെയ്തു. അപ്പോൾ അതിലധികം ഭാഗ്യമാക്കാനുള്ളതെന്നാണ് ഇതിൽ പറയണത്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ നിർത്താൻ കാരണം യുദ്ധകാന്ഡം ഇന്ന് തുടങ്ങണ്ട, യുദ്ധകാന്ഡം നാളെ തുടങ്ങാം. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാന്ഡേ പഞ്ചമ സർഗഃ സുന്ദരകാന്ഡം സമാപ്തം. ഇനി നമുക്ക് നാളെ യുദ്ധകാന്ഡം തുടങ്ങാം. യുദ്ധകാന്ഡം എന്താണ് നോക്കട്ടെ കേട്ടോ. യുദ്ധകാന്ഡം കുറേ ഉണ്ട്. ഏറ്റവും വലുത് കാണ്ഡമാണല്ലോ അത്. പിന്നെ ഉത്തരരാമായണവും കുറച്ചുണ്ട് കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എന്തായാലും യുദ്ധകാന്ഡം കഴിയട്ടെ, അപ്പം ആലോചിക്കാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.